ഈ നാടിന് ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് വാക്കാണോ നിങ്ങൾക്ക് നൽകിയത് അത് പൂർണ്ണമായിട്ടും നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് അടുത്ത വരുന്ന ഡിസംബർ മാസത്തെ തെരഞ്ഞെടുപ്പിലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി വോട്ട് ചോദിക്കാൻ കഴിയും എന്നുള്ള കാര്യം. 14,000 ചില്ലാനം വീടുകളിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ എന്തെങ്കിലും ഒരു സഹായ ഹസ്തം എത്താത്ത ഒരു വീടും ഉണ്ടാവില്ല. അപേക്ഷിച്ചവർക്ക് പിണറായി സർക്കാരിന്റെ സഹായം, ഈ മുനിസിപ്പാലിറ്റിയുടെ സഹായം, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ 5 വർഷവും ഈ ജനത്തിന് മുമ്പ്, ഈ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങളൊരു തുറന്ന പുസ്തകമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ വന്ന് നിങ്ങളെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ വികസനങ്ങളൊക്കെ തന്നെ നേരിട്ട് ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ്, നേരിട്ട് ബോധ്യപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഭരണസമിതി വീണ്ടും നിങ്ങൾ അധികാരത്തിൽ എത്തിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക മാത്രമല്ല, ഈ നിലമ്പൂരിനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അങ്ങനെ ഒരു പദ്ധതി ഇല്ലാതെയാണ് ദ്രുതഗതിയിൽ ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റപ്പെട്ടത്. ആ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റുമ്പോൾ ഭരണസമിതിയിൽ 2 അഭിപ്രായം ഉണ്ടായിരുന്നു. അതിലൊരഭിപ്രായം അന്നത്തെ ജനപ്രതിനിധി നിലയ്ക്ക് ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്, പുതിയ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും എല്ലാം ലഭിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് പൊളിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ആ ഭരണസമിതി മാറണമെന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, നിലവിലുള്ള തീരുമാനത്തിന് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും കൂടി ചെയ്തു. നമ്മളിപ്പോൾ ഏതൊരു വികസനമായിരുന്നാലും ആ വികസനത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത് ഒരു നാടിലെ പൊതുപ്രവർത്തകരുടെയും പൊതു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ അവരുടെയൊക്കെ ഒരു പിന്തുണ അനിവാര്യമാവുകയും സാധാരണ നിലക്ക് ആ വികസനത്തിന് എല്ലാവരും പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് നിലമ്പൂരിനുള്ളത്. അത് ബസ് സ്റ്റാൻഡായിരുന്നാലും പൊതു റോഡുകളായിരുന്നാലും പൊതു ബിൽഡിങ്ങുകളായിരുന്നാലും അതിനെല്ലാം എല്ലാവരും പിന്തുണ കൊടുക്കും. നമ്മളെയും അല്ല, നഗരസഭാ ഭരണസമിതി യോഗം ചേർന്ന് തീരുമാനിച്ചതാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് 21-ാം തീയതി അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ഇത് ഉദ്ഘാടനം ചെയ്യുന്നതുമായി എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച ആ ഭരണസമിതി യോഗത്തിൽ ഒരക്ഷരം ഉരുവിടാതെ, ഒരു വിയോജിപ്പും കൊടുക്കാതെ ഇന്ന് അതിരാവിലെ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധം ഏർപ്പെടുത്തി ചാനലിൽ പത്രക്കാരെ വിളിച്ചു കൊടുത്ത് അഭിമുഖം കൊടുക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തെ നിലമ്പൂരിൽ കൊണ്ടെത്തിച്ചത് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രം പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. ആ വിമർശകരെ ആരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇത്ര നീണ്ടുപോകാനുണ്ടായ കാരണം എന്താണ്? അത് ഈ നാട് പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 2020 ഡിസംബർ 21-ാം തീയതി നഗരസഭയുടെ ഭരണശിലാകേന്ദ്രം ഞങ്ങൾ അധികാരമേൽക്കുമ്പോൾ സ്വാഭാവികമായും കൊറോണയുടെ അതിപ്രസരമായൊരു നാട്ടിൽ കൊറോണ സാഹചര്യത്തിൽ ഈ 2022 വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഈ DPCയുടെ അംഗീകാരം കിട്ടൽ, സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യമാക്കൽ, മറ്റു നടപടിക്രമങ്ങളൊക്കെ കൊറോണയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഊന്നി മുന്നോട്ട് പോകണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിലും 2ാം ഘട്ടത്തിലും നമുക്ക് ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കാതിരുന്നത്. ആ ഒരു സാഹചര്യം കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടമായി പരിശോധിച്ചു. കൂട്ടമായി എന്ന് പറഞ്ഞാൽ 33 ഭരണസമിതി അംഗങ്ങളും
ഭരണസമിതി യോഗത്തിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ പൊതുവായ ഒരു വികാരം വന്നു. എന്താ വികാരം? നേരത്തെ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തുകൊണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പണിയണമെന്നാണ് മുൻ ഭരണസമിതി തീരുമാനിച്ചത്. പക്ഷെ നമുക്ക് മുമ്പിൽ ഒരു അനുഭവമുണ്ട്. ആ അനുഭവം എടക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡാണ്. ബഹുമാനായിട്ടുള്ള ലോകസഭാ അന്നത്തെ അംഗം ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്ത് ആ ബസ് സ്റ്റാൻഡ് 2019 ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 2024 വരെ ഒരു റൂം ഒരാൾ പോലും എടുത്തിട്ടില്ല. ലോണിലാണ്. അന്ന് മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നു. ബസ് സ്റ്റാൻഡിന് വേണ്ടി ലോൺ എടുത്ത് എടക്കര പഞ്ചായത്ത് കടക്കണിയിലേക്ക്. ദേശാഭിമാനിയല്ല, മലയാള മനോരമയുടെ ജില്ലാ വാർത്തയായിരുന്നു. യാഥാർത്ഥ്യമാണ്. കാരണം ഒരു വർഷം എടക്കര പഞ്ചായത്തിൽ ചെലവഴിക്കേണ്ട, സാധാരണക്കാർക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത്. എന്നാൽ ബസ് സ്റ്റാൻഡിൽ ആർക്കും റൂം വേണ്ട. അപ്പം ആളുകളുടെയൊക്കെ കൺസെപ്റ്റ് മാറി, എല്ലായിടത്തും ടൗണാണ്. മറ്റ് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്ന കച്ചവടമൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ്. നാടാകെ ഇപ്പം കച്ചവടം. വഴിക്കടവ് മുതൽ മഞ്ചേരി വരെ എടുത്ത റോഡ് സൈഡിൽ മുഴുവൻ കച്ചവടങ്ങളാണ്. അടിസ്ഥാനത്തിലാണ് ആ ഭരണസമിതി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് BOT അടിസ്ഥാനത്തിലാണ്. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും BOTയും PPP അടക്കമുള്ള പദ്ധതികളെ വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ഒരാളും വിയോജിപ്പ് പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് BOT അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുള്ളത് ഒന്ന് കൽപ്പറ്റ നഗരസഭയിലും, മറ്റൊന്ന് കണ്ണൂർ കോർപ്പറേഷനിലും, മറ്റൊന്ന് പുനലൂർ മണ്ഡലത്തിലുമാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു കൊല്ലം ജില്ലയിലെ പുനലൂരിൽ പോയി ഇത് പഠിക്കുന്ന പ്രയാസമാണ്. അതുകൊണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ അവിടെ BOT അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അതിൻ്റെ അവസ്ഥയൊന്ന് പഠിക്കണം എന്ന് തീരുമാനിച്ചു. ഒരു കമ്മിറ്റിയെ വെച്ചു. BOT അടിസ്ഥാനത്തിലാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതിനൊരു വിയോജിപ്പുമില്ല. ആ കമ്മിറ്റിയിൽ നിർഭാഗ്യരെന്ന് പറയട്ടെ, കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ട്, ശ്രീ പാലോളി മെഹബൂബ്. BJPയുടെ പ്രതിനിധി ഉണ്ട്, വിജയനാരായണൻ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളുള്ള ഒരു സബ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ആ സബ് കമ്മിറ്റിയുടെ കൺവീനറായി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സണും തീരുമാനിച്ചു. ബോർഡ് തീരുമാനം. അങ്ങനെ ഈ സബ് കമ്മിറ്റി യോഗം ചേർന്നു. കണ്ണൂരിൽ പോകാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ ആളുകളെല്ലാം കണ്ണൂരിലേക്ക് യാത്ര ചെയ്തു. ഇതിലാണെങ്കിൽ എന്തിനാണ് കണ്ണൂരിലേക്ക് പോകുന്നത് എന്ന് നാടിനോട് പറയണ്ട, കോൺഗ്രസ്കാരോടെങ്കിലും പറയണ്ടേ. കണ്ണൂരിലേക്ക് പോന്നു. വിഷയം പഠിച്ച് പിന്നീടും യോഗം ചേർന്നു. യോഗം ചേർന്നപ്പോൾ പറഞ്ഞു, കണ്ണൂർ മാത്രം പോയാൽ പോരാ, കൽപ്പറ്റ കൂടെ പോകണം. സ്വാഭാവികമാണ്, രണ്ടും പഠിക്കണമല്ലോ. കണ്ണൂർ പോയി നോക്കുമ്പോൾ KK ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കമ്പനിയാണ് അത് ടെൻഡർ എടുത്തിട്ടുള്ളത്. 25 വർഷത്തിനാണ് പാട്ടക്കാലാവധി. 25 വർഷം അതിൻ്റെ വരുമാനം KK ബിൽഡേഴ്സ് എടുക്കും. 26 മുതൽ കണ്ണൂർ കോർപ്പറേഷൻ ഇന്നോളം ഒരു നയാ പൈസയുടെ വരുമാനം കിട്ടിയിട്ടില്ല. സർക്കാർ അനുവാദിക്ക് പോയപ്പോഴാണ് ബസ് സ്റ്റാൻഡ് പണിയും എന്നുള്ളൊരു പൊതുവികാരം നമ്മുടെ നാട്ടിൽ വന്നത്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ നഗരകാര്യ ഡയറക്ടർക്ക് ഒരു പരാതി. എന്താ പരാതി? കുറുക്കു വഴിയിലൂടെ പണം തട്ടിമാറ്റാൻ സ്വകാര്യ കമ്പനികളുമായി കൂട്ടുകച്ചവടം. ചെയർമാൻ ദുബായിലേക്ക് പോയത് അതിനു വേണ്ടിയിട്ടാണ്. ചെയർമാൻ ദുബായിലേക്കൊന്ന് പോയി. ദുബായിൽ വെച്ചാണ് ചർച്ചയ്ക്ക് ചന്തക്കുന്നിലുള്ള ഒരു പുത്തൻ മുതലാളിയും ഉണ്ട്. ഇതൊക്കെയാണ് പരാതി. സ്വാഭാവികമായും ഒരു സർക്കാരിൻ്റെ, നഗരസഭയുടെ, പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി ലഭിച്ചാൽ ആ പരാതിക്ക് കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുക സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ്. അവിടെ ഞങ്ങൾ ആരും ഇടപെട്ടിട്ടില്ല. നഗരകാര്യ ഡയറക്ടർ അന്വേഷിക്കാൻ ഉത്തരവിട്ടു. മലപ്പുറം JDക്കാണ് ചുമതല.
ആ അന്വേഷണം പ്രിയപ്പെട്ടവരെ 8 മാസം നീണ്ടുപോയി. ഒരു പരാതിയുടെ എല്ലാ വശവും പരിശോധിച്ച് അന്വേഷണ റിപ്പോർട്ട് നഗരകാര്യ ഡയറക്ടർക്ക് സമർപ്പിച്ചു. സർക്കാരിന്റെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരമാണ് BOT അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രവൃത്തി നഗരസഭ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചത്. മാത്രമല്ല BOT അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പൊ പരാതി ഉന്നയിച്ച പരാതിക്കാർക്കാർക്കും അന്ന് പരാതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് തികച്ചും രാഷ്ട്രീയമാണ് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. അന്വേഷണ റിപ്പോർട്ടാണ് വന്നത്. ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ 10 കോടിയുടെ ഒരു പ്രൊജക്ട് തയ്യാറാക്കി. അത് നഗരസഭാ എഞ്ചിനീയർ വിഭാഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് അല്ല, ഉയർന്ന സംഖ്യക്കാണ്. അതിന് DPR വിളിക്കണം. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിന് വേണ്ടി ഈ പറയുന്ന രീതിയിൽ ഓൺലൈനിലായും മാനുവലായും ടെൻഡർ വിളിച്ചു. അപ്പോൾ വന്ന പത്രം മാതൃഭൂമിയും ദേശാഭിമാനിയും മാധ്യമവും വന്നു. അപ്പോഴൊരു പരാതി, ഇത് മുഖ്യധാരാ പത്രങ്ങൾ മറ്റു പത്രങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മനോരമ ഉൾപ്പെടെ വന്നിട്ടില്ല. അത് മാറ്റി 7 പത്രങ്ങൾ കൊടുത്തു. പത്രങ്ങൾ കൊടുത്ത് 7ഓളം ആളുകൾ ഇതിൻ്റെ ഭാഗമായി ടെൻഡറിൽ പങ്കെടുത്തു. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കോട്ട് ചെയ്ത കമ്പനിയുമായി നഗരസഭ എഗ്രിമെന്റ് വെച്ചു. അവിടെയും ആർക്കും വിയോജിപ്പില്ല, വന്നില്ല. അതാണ് പിന്നീടുള്ള വാർത്ത. കാരണം ബാംഗ്ലൂരിലും മുംബൈയിലൊക്കെ കോട്ട് ചെയ്യാൻ കുറേ കമ്പനികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് പത്രത്തിലും കൂടി വരുത്തേണ്ടതായിരുന്നു. വീണ്ടും സമയം പോവുകയാണ്. ഇംഗ്ലീഷ് പത്രത്തിലും കൊടുത്തു. ഒടുവിൽ നേരത്തെ കോട്ട് ചെയ്ത ആളുകൾ തന്നെ വീണ്ടും കുറഞ്ഞ നിരക്കിൽ കോട്ട് ചെയ്തു. അവരുമായി എഗ്രിമെന്റ് വെച്ചു. DPR തയ്യാറാക്കി. DPR തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കൂടി വാങ്ങണം. അതിൻ്റെ എല്ലാ പരിശോധന നടത്തണം. കണ്ടുവച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെൻഡർ ചെയ്തു. പ്രവൃത്തി ഏറ്റെടുക്കാൻ ടെൻഡർ ചെയ്തു. പ്രവൃത്തി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകൃതമുള്ള ഏജൻസികൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ ഊറാളുകൾ പോലെയുള്ള ഈ മേഖലയിൽ പ്രവൃത്തി ചെയ്യുന്ന മറ്റു കമ്പനികൾ ആർക്കും കോട്ട് ചെയ്യാം. അങ്ങനെ ടെൻഡർ വെച്ചപ്പോഴാണ് സർക്കാർ അംഗീകൃത ഏജൻസിയായിട്ടുള്ള സിൽക്ക് ഈ പ്രവൃത്തി കുറഞ്ഞ നിരക്കിൽ ഏറ്റെടുക്കാൻ തയ്യാറായത്. അതും എഗ്രിമെന്റ് വെച്ചു. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചപ്പോഴാണ് ഇന്ന് ഈ ഉദ്ഘാടനത്തിനെതിരെ സെക്രട്ടറിയെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് തീർത്തും വേദനാജനകമാണ്. നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചപ്പോൾ അതിൻ്റെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ നാടിലെ കച്ചവടക്കാരും നാടും ഒരുമിച്ച് നിന്ന് നിങ്ങളെ സഹായിച്ചപ്പോൾ ആ സഹായിച്ച ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റപ്പെട്ടപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് പണിയാൻ വേണ്ടി ഈ സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷത്ത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വരുന്നില്ലെന്ന് പറഞ്ഞ് ഇരയോടെ കൂടെ നിലവിളിക്കുകയും മറുവശത്ത് അത് മുടക്കാൻ വേട്ടക്കാരൻ്റെ കൂടെ ഓടുകയും ചെയ്യുന്ന ഈ പ്രവണത നാട് തിരിച്ചറിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് ഈ സമയത്ത് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് കാലതാമസം ഉണ്ടായതെന്നത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. തീർച്ചയായും ഇത് വളരെ ഭംഗിയോടുകൂടി പൂർത്തീകരിക്കാൻ വരുന്ന ഭരണസമിതിക്ക് കഴിയും. അതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നതുകൂടി ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനെ ക്ഷണിക്കുകയാണ്. വാടകക്കെടുത്ത് 50 ബെഡുകൾ ഉറപ്പുവരുത്തി. ആ 50 ബെഡുകളിലും 50 ഓക്സിജൻ സിലിണ്ടറുകൾ ഉറപ്പുവരുത്തിയിട്ടാണ് പ്രതിരോധം തീർക്കാൻ നമ്മൾ പോയത്. അതിനെതിരെ കേസ് കൊടുത്ത ആളാണ് ഈ പാലോടി. എങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി എടുക്കണമെന്ന് ചോദിച്ച കത്ത് അവിടെ ഉണ്ട്. ഈ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു പോകുന്നിടത്ത് ആരെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയാണത്. നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കുന്നത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ്. ഈ നാട്ടിലൊരാളൊരു രൂപ വാങ്ങിയിട്ടല്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അതിനെ അനുകൂലിക്കണ്ട. തലയ്ക്ക് വെളിവില്ല ആരെങ്കിലും എതിർക്കും. അന്ന് മുതൽ തുടങ്ങിയ എതിർപ്പാണ്.
ഇപ്പം ബഷീർ പറഞ്ഞു ഇവിടെ ഒരു നല്ലൊരു പരിപാടി നടക്കുകയാണ്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ പോയിട്ട് സെക്രട്ടറിനെ ഉപരോധിക്കുക, തറക്കല്ലിടാൻ പാടില്ല. അതിനിതൊക്കെ വേറെ ആളെ നോക്കണമെന്ന് മാത്രമേ പറയണുള്ളൂ. അതിന് പാലോഴല്ല ആര്യാടൻ്റെ കുടുംബവും വളർന്നിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. അതിന് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതിയെയാണ് ഈ ആളുകൾ തിരഞ്ഞെടുത്തത് എന്ന് ഓർക്കണം. നിങ്ങളെന്താ കരുതിയത്? ഇത് പൊളിക്കാൻ കൊടുത്തല്ലോ. അന്ന് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടായിന്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ? ഒന്നുമില്ലെങ്കിൽ ഇവിടെ മത്സരിക്കണം, അല്ലെങ്കിൽ മയ്യത്താണി മത്സരിക്കണം. ഈ രണ്ട് കാര്യമല്ലാതെ വേറെ ലോകത്ത് ആരുമില്ല. കുറച്ച് കംപ്ലൈന്റ് കൊടുക്കണം. ഇന്നുണ്ട് ആ പ്രകടനത്തിൽ അയാൾ. ഇന്നുണ്ട്. എന്താണ് ഈ നടക്കണമെന്ന് ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 50 ബെഡും 50 ഓക്സിജൻ സിലിണ്ടറും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്താ ഈ ചെയർമാൻ 50 സിലിണ്ടർ എന്ന് പറയുന്നത്? അതിപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ 200 സിലിണ്ടർ വെച്ചാൽ കിട്ടൂല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത്തരൊരു പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ കോവിഡ് വാക്സിനേഷൻ ചലഞ്ച് നടത്തി പല സ്കൂളുകളിലും. അന്ന് ഇവരെന്താ ചെയ്തത്? അന്ന് പാലോടി ആർക്കാ കംപ്ലൈൻറ്റ് കൊടുത്ത? DMOക്ക്. മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനും കൂട്ടരും കോവിഡ് രോഗം പരത്തുന്നു, ജനങ്ങളെ കൂട്ടി. മുതുകാട് തടുത്തു, മുക്കട്ട സ്കൂളിൽ തടുത്തു. പക്ഷെ നമ്മളതൊന്നും നോക്കില്ല. കാരണം നമുക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രോഗത്തുനിന്ന് രക്ഷപ്പെടാൻ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് വാക്സിനേഷൻ തന്നെ മാർഗമുള്ളൂ. പല ഭാഗത്തുനിന്നും വാക്സിനേഷൻ ബാക്കിയുള്ള സമയം രാത്രി 10 മണിക്കും 1 മണിക്കൊക്കെ ആയിരിക്കും ഏതെങ്കിലും നാട്ടിൽ 10ഓ 25ഓ ഈ പറയുന്ന ഓരോ ഡോസ് ബാക്കി ഉണ്ടാകുക. സ്വന്തം വണ്ടി എടുത്ത് പോയിട്ടാണ് നമ്മൾ അതിവിടെ കൊടുന്ന് പിറ്റേന്ന് രാവിലെ നമ്മൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് എന്തായി? കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ ചെയ്ത മുനിസിപ്പാലിറ്റി ആയിട്ട് അവാർഡ് വാങ്ങിയ മുനിസിപ്പാലിറ്റി നമ്മുടെ മുനിസിപ്പാലിറ്റി. എത്ര തടുക്കാൻ നോക്കി നിങ്ങൾ? ആ 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ 3 വർഷമാണ്. ഈ 3 വർഷത്തിനിടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നാട്ടിൽ അടിസ്ഥാന വികസന സൗകര്യം, ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആകുമ്പോൾ എന്തെല്ലാം ചെയ്യണം? അടിസ്ഥാന വികസനമാണ് വേണ്ടത്. അതിലെന്താ വേണ്ടത്? റോഡ് വേണം, ലൈറ്റ് വേണം, വെള്ളം വേണം. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ലൈറ്റിന്റെ വല്ല കുറവുകൾ കണ്ടോ? 10-30 വർഷം പോലും ഭരിച്ചിട്ട് നിങ്ങൾ ലൈറ്റ് കണ്ടില്ലല്ലോ. ഇവിടെ എവിടെയാണ് ലൈറ്റിന്റെ ഏതെങ്കിലും ഒരു വസ്തു കുറവുള്ളത്? ഏതെങ്കിലും ഒരു വാർഡിൽ കുറവുള്ളത്? 100% നമ്മുടെ വിളക്കുകളുടെ എല്ലാ വാർഡിലും വെളിച്ചം, വെളിച്ചത്തിന്റെ ഉത്സവം. വെള്ളം SC STക്ക് മാത്രം സബ്സിഡി നിരക്കിൽ കൊടുത്തിരുന്ന വെള്ളം ഈ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ജനറൽ വിഭാഗത്തിനും ഏത് വിഭാഗത്തിനും കണക്ഷൻ സബ്സിഡി നിരക്കിലാണ് കൊടുക്കുന്നത് ഈ മുനിസിപ്പാലിറ്റി. കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റി അങ്ങനെ കൊടുക്കുന്നില്ല. അങ്ങനെ വാട്ടർ കണക്ഷൻ കൊടുത്തു വന്നപ്പോൾ എന്ത് വന്നു? വെള്ളത്തിൻ്റെ ലഭ്യത കുറവ്. അതെന്താ? നമ്മുടെ വാട്ടർ ടാങ്ക് കിടക്കുന്നത് നമ്മുടെ ബംഗ്ലാവ് എന്നത് എല്ലാവർക്കും അറിയാം. ഏറ്റവും കുന്നിൻ്റെ മുകളിൽ സ്ഥലം കിട്ടിയെങ്കിലേ വെള്ളം താഴത്തേക്ക് വരുള്ളൂ. അത് 80-ലോ 81-ലോ ഉണ്ടാക്കിയ ഒരു ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്ഥലം കിട്ടണം. ഫോറസ്റ്റുമായി ഈ കഴിഞ്ഞ 3 വർഷവും കത്തിടപാടുകൾ നടത്തി ഈ 2 മാസം മുമ്പാണ് ഏകദേശം ധാരണയായത്. ആ ടാങ്കിൻ്റെ അടുത്ത് തന്നെ 10 സെന്റ് ഭൂമി മുനിസിപ്പാലിറ്റിക്ക് തരാനും ആ 10 സെന്റ് ഭൂമിയുടെ വില നിശ്ചയിച്ച് കൊടുക്കാനും ആ വില നിശ്ചയിച്ച 10 സെന്റ് ഭൂമി പുറത്ത് വാങ്ങിച്ചു കൊടുക്കാനും തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനം നടപ്പിലാക്കി പുള്ളിപ്പാടം മമ്പാട് വില്ലേജിൽ പുള്ളിപ്പാടത്ത് 10 സെന്റ് സ്ഥലം ഈ കഴിഞ്ഞ മാസം നമ്മൾ ഫോറസ്റ്റിന് രജിസ്റ്റർ ചെയ്തിട്ട് കൊടുത്തു. 10 കോടി രൂപയാണ് നമ്മളതിന് മാറ്റി വെച്ചിട്ടുള്ളത്. 10 കോടി രൂപ. ആ 10 കോടി രൂപക്ക് നമുക്കവിടെ ടാങ്ക് പണിയണം. ആ ടാങ്ക് പണിത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ പ്രശ്നം തീരും, ഒരു സംശയം വേണ്ട. പിന്നെന്താ? റോഡ്. നമുക്കറിയാം, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത മാതിരിയാണ് കാലാവസ്ഥ വരുന്നത്. ഇപ്പം നമ്മുടെ റോഡ് പണി നടക്കണം. എന്താ നടക്കാത്തത്? ഏതെങ്കിലും റോഡ് പോയി ഈ കോൺട്രാക്ടർമാർ മാന്തുമ്പോൾ അതിൻ്റെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ മഴയാണ്. ഇപ്പം നമ്മൾ വരുമ്പോൾ നിങ്ങൾ കണ്ടങ്ങൾ രാമകുത്ത് റോഡ് കൂടെ കൊണ്ടാൽ അറിയാം. അവരാ മെഷീനും ടാറും അവിടെ കൊണ്ടുവച്ചിട്ട് 1 മാസമായിരിക്കണം. അവസാനം അവരോട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ അവരുണ്ട് ഇന്ന് ടാർ ചെയ്യാം.
എന്നിട്ട് നമ്മളെ കാണുമ്പോൾ എന്താ ചെയർമാൻ എന്താ കാട്ടുക? കാരണം മഴ പെയ്യാണ്, ചെയ്യാൻ കഴിയുന്നില്ല. അത് എൻ്റെയും നിങ്ങളെയും കുറ്റമല്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ജാതി മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാറിങ് പരിപാടി നടത്താൻ കഴിയില്ല. എല്ലാ റോഡുകളും നമ്മൾ ചെയ്യും, ഒരു സംശയമില്ല. എല്ലാ റോഡും നമ്മൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്, എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്, ടെൻഡർ കഴിഞ്ഞ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പൂർത്തീകരിക്കും. ഈ 3 കാര്യത്തിൽ ഞങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളുകളല്ലേ. ഇവിടെ ഒരു മഴ പെയ്താൽ വെളിയന്തോട് എന്തേലും സ്ഥിതി? ബംഗ്ലാവുന്ന റോഡും പണ്ട് വെച്ചിട്ടുണ്ട്. അത് ബസ് റഹീം ഓർമ്മപ്പെടുത്തുക. ആ ബംഗ്ലാവുന്ന റോഡിന്റെ പ്രശ്നം എന്തേനി? ഈ പറഞ്ഞ കത്ത് കൊടുക്കുന്ന ആൾ കത്ത് കൊടുത്തിട്ടുണ്ട്, ഇത് ഫോറസ്റ്റിൻ്റെ അല്ല, വേറെ പണിയൊന്നുമില്ലല്ലോ. അത് സ്കൂട്ടറുമ്പോൾ ഇങ്ങനെ പോയി ഇടിച്ചട്ടിട്ടുണ്ട്, ഈ കരുവത്തിരുന്ന് എഴുതി കൊടുത്താൽ മതിയല്ലോ. ഇത് എന്താന്ന് വല്ല ബോധ്യവും വേണ്ടേ? നമ്മൾ കത്തിടപാടുകൾ നടത്തിയിട്ട് ഇപ്പോൾ അവസാനം മുനിസിപ്പാലിറ്റിക്ക് അത് ടാർ ചെയ്യാൻ അനുമതി തന്നിട്ടുണ്ട്. അതിന് 15 ലക്ഷം, റെനി എത്ര വെച്ച്? ഇത്ര 15 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകൾ നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു 25 കൊല്ലം ആയിട്ട് നമ്മുടെ വെളിയന്തോട് എന്തെങ്കിലും സ്ഥിതി? ഒരു മഴ പെയ്താണ് വെള്ളം കയറാൻ ക്രോസ് ചെയ്ത് പോകുന്ന വെളിയന്തോട്, താഴെ ചന്തക്കുന്ന്, ജനതപ്പടി, ജ്യോതിപ്പടി, ഈ 4 തോടുകളും, തോടുണ്ട് എന്ന് പറയുന്നത് തോടില്ല. ഇപ്പം വെളിയന്തോടൊക്കെ വെള്ളം കയറുക എന്താ വെച്ചാൽ നമ്മുടെ വൃന്ദാവനം മയ്യന്താണ് ഇവിടുന്നൊക്കെ പോണ വെള്ളം റോട്ടിൽ വരിക. നമ്മൾ JCB ആയിട്ട് ഇറങ്ങിയിട്ട് നമ്മളാണ്ട് വലിച്ചൊക്കെയാണത്. അപ്പം ആ 2 ഭാഗം ഈ പറഞ്ഞ തോടുകൾ ഉണ്ടാക്കുക മാത്രമല്ല 2 ഭാഗം കരിങ്കല്ല് കെട്ടി റെഡിയാക്കിയിരിക്കുന്നു. ഇപ്പം ആ വെള്ളമൊക്കെ നേരെ ചാലിയാർക്കാണ് പോവുക. ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് എൻ്റെ അമ്മേൻ്റെ തറവാടാണ്. ഇവിടെ എൻ്റെ അമ്മ ജനിച്ചു വളർന്നവരാണ്. ഇവരാ നമുക്ക് ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ തോടുകളെല്ലാം തന്നെ തോടുകളാക്കിയ മുനിസിപ്പാലിറ്റിയാണ് നമ്മൾ. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ നിലമ്പൂരിൽ നിന്നിട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള ഷോപ്പുകൾ വന്ന സ്ഥലം എവിടെയാണ്? ജനതപ്പടി ആണോ? അല്ലേ? ജനതപ്പടി മുതൽ ചന്തക്കുന്ന് വരെയല്ലേ ടൗണായത്? ജനതപ്പടിക്ക് ഒരു പെട്രോൾ പമ്പ് വരിക പറഞ്ഞാൽ നിങ്ങൾ ഉറക്കത്തിൽ വിചാരിച്ചിരിക്കണം. അവിടെ വെള്ളം കയറുന്നുണ്ടെങ്കിൽ അവിടെ പെട്രോൾ പമ്പ് വരും. അതൊന്നും കയറൂല എന്നുള്ള 100% വ്യാപാരികളുടെ വിശ്വാസമാണ് ഇവിടെ ഇത്രയും വലിയ കടകൾ വന്നത്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പാലിറ്റി ഭരിച്ചതുകൊണ്ടാണ്, ഒരു സംശയമല്ല. നിങ്ങൾ ഭരിച്ചല്ലേ 10-30 വർഷം. നിലമ്പൂർ റോഡ് വീതി കൂട്ടി. ചിലവർ MLA കഴിവ് പറയും. ആരെ കഴിവാണെങ്കിലും 5 കോടി രൂപ പിണറായി സർക്കാർ കൊടുത്തതാ. എന്തിന്? നഗരം വൃത്തിയാക്കി വീതി കൂട്ട. എത്ര കാലമായി അവിടെ? ആർക്കെങ്കിലും ധൈര്യം വന്നിക്കണം? മുനിസിപ്പാലിറ്റി മുന്നിൽ നിർത്തി മുനിസിപ്പാലിറ്റി സ്ഥലം ഏറ്റെടുത്ത് ഗവൺമെന്റിന് കൊടുത്തത് കൊണ്ടാണ് അവിടെ വീതി കൂട്ടിയത്. അതേ 5 കോടി റുപ്യ താഴെ ചന്തക്കുന്ന് മുതൽ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ചന്തക്കുന്നും വീതി കൂട്ടണം. ആര്യാടൻ ശൗക്കത്തിന് ആര് ചെയ്യട്ടെ? കഴിയില്ല നിങ്ങൾക്ക്. അതിനില്ലേ ഉറപ്പ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ല. ചെയ്യട്ടെ. എത്ര മാസമായി കിട്ടിയിട്ട് 5 കോടി രൂപ എല്ലാം പൂർത്തീകരിച്ചിരുന്നു. അത് അവർ വിചാരിച്ചിട്ട് കിട്ടിയാലോ കേട്ടോ. നമ്മൾ പിണറായി വന്ന സദസ്സിൽ നമ്മൾ പാർട്ടിയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും, അതായത് നിലമ്പൂർ നഗരവികസനം നടന്നു. അത് വെളിയന്തോട് വരെ നഗരവികസനം നടത്താൻ 5 കോടി രൂപ അതിന് കിട്ടിയതാണ്. 2030 വരെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ, ടൂറിസം രംഗത്തുള്ള പ്രവർത്തനത്തിൽ എത്രത്തോളം മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുന്നുണ്ടോ അത്രത്തോളം മുനിസിപ്പാലിറ്റിക്ക് ഫണ്ട് കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് വിട്ട് കിട്ടിയ സ്കൂളുകൾ. ഇപ്പം ഞാൻ നിങ്ങളൊക്കെ ആദ്യം പഠിച്ചത് താഴെ സ്കൂളിലേക്കാണ്. ഈ 5 വർഷം കൊണ്ട് നിങ്ങൾ താഴെ സ്കൂളിലൊന്ന് പോയി എത്ര കോടി റുപ്യേൻ്റെ മാറ്റം വരുത്തി. സ്കൂളുകളിലും മുനിസിപ്പാലിറ്റി ഒക്കെ ഹൈടെക് ആക്കിയിട്ടുണ്ട്. ഉണ്ടായത് എന്താ നിങ്ങൾ? മുമ്മുള്ളിയിലൊരു ആരോഗ്യ കേന്ദ്രം. ഓക്കെ, ഈ 30 കൊല്ലം കൊണ്ട് ആര്യാടനും മക്കളും മറ്റൊരു മക്കളൊക്കെ പടം കൊടുക്കുന്നത് പോലെ കഴിവിൻ്റെ പരമാവധി കൊടുത്തതാണ് മുമ്മുള്ളിയിലെ ആരോഗ്യ കേന്ദ്രം. നമ്മൾ ഈ 5 വർഷം കൊണ്ട് എത്ര ആരോഗ്യ കേന്ദ്രം കൊടുത്തു നിങ്ങൾക്കറിയോ? ചാരംകുളത്തൊന്ന്, പട്ടനാക്കൊന്ന്, ശ്വേതവരം, രാമൻകുത്തൊന്ന്. 30 കൊല്ലം കൊണ്ട് ഒരു ആരോഗ്യ കേന്ദ്രം. ഇത് എല്ലാ കഴിവുള്ള കൊമ്പന്മാരും. ഈ 4 വർഷം കൊണ്ട്, ഈ 5 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പാലിറ്റി ഭരിച്ചപ്പോൾ 3 എണ്ണം കൂടുതൽ, 4 ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് നമുക്കിപ്പോൾ. ആദ്യത്തെ കൗൺസിൽ തീരുമാനമെടുത്തത്
ഇത്തരത്തിൽ 60 വയസ്സിന് മുകളിൽ കഷ്ടപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിച്ചു പോകണമെന്നുള്ളത് തന്നെയാണ്. ആ പണം കൊടുക്കുക മാത്രമല്ല, അവരോട് ഞാൻ അന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ ഈ പൂച്ചകൾ പ്രസവിച്ച പോലെ കുട്ടികളെ ഒരാഴ്ച കഴിഞ്ഞാൽ മറ്റൊരു പേരിൽ, മറ്റൊരാഴ്ച കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിൽ കൊണ്ടേണ്ടി വരില്ല. നിങ്ങൾക്കൊരു ഭവനം ഞങ്ങൾ ഉണ്ടാക്കും. ആ ഭവനമാണ് ഇന്ന് മയ്യന്താണി. നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. ഏതൊരാൾക്കും കയറി ചെന്നാൽ കാണത്തക്ക രീതിയിൽ നല്ല ചന്തത്തിൽ നമ്മുടെ വീടിനെ വൃത്തിയിൽ ഒരു സീനിയർ സിറ്റിസന് വീട്. അതിനപ്പുറത്ത് അവർക്ക് ഓപ്പൺ ജിമ്മ്, അവർക്ക് ഡ്രസ്സ് മാറാനുള്ള സ്ഥലം, ബാത്റൂം, എന്ത് സൗകര്യം അവിടെ ഇല്ലാത്തത്? എന്താ ഇവർക്ക് കഴിയാനും? അവരെ നമ്മുടെ സിനിമക്ക് കൊണ്ട് എത്രയോ വർഷമായിട്ട് തിയേറ്ററിൽ കാണാത്ത അമ്മമാർ, അച്ഛനമ്മമാർ, സഹോദരികൾ അവിടെ അത്ഭുതപ്പെടുകയാണെന്ന് കാണുമ്പോൾ. ഈ ഒക്ടോബർ 1-ാം തീയതി വയോജന ദിനമായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട 500 ആളുകളെ, 70, 75, 80 വയസ്സുള്ള ആളുകളെയും കൊണ്ട് ഞങ്ങൾ വയനാട് പോയി 10 ബസ്സിൽ. എത്ര സന്തോഷത്തിലാണ് ആ സാധുക്കൾ തിരിച്ചു വരുന്നത്. നിങ്ങൾ എന്താ ചെയ്തത് ഈ 30 വർഷം? UD ID കാർഡ് കൊടുത്തു ഈ മുനിസിപ്പാലിറ്റി, പ്രിവിലേജ് കാർഡ് കൊടുത്തു ഈ മുനിസിപ്പാലിറ്റി, അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു മുനിസിപ്പാലിറ്റി. 4 ദിവസം ജാഥ നടത്തിയല്ലോ. ഏതെങ്കിലും ഒരു ഭരണസമിതി അവസാനം വെച്ചിട്ട് ജാഥ നടത്തുന്നത്? ഒരു 30 കൊല്ലമായിട്ട് പോലെ എപ്പോഴെങ്കിലും ഒരു ജാഥ നടത്തിക്കണോ? ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇറക്കിയത്. ഞങ്ങൾ 5 വർഷം എന്തെല്ലാം ചെയ്തു എന്ന് വെച്ചിട്ട്. ഇവർ 30 കൊല്ലം നടത്തിയിട്ട് ഒരു 10 സമ്മേളനം നടത്തിക്കണം. ഞങ്ങൾ ഇന്നേ ചെയ്തു കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇവർക്ക്? ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ കേൾക്കണം. നിങ്ങൾ ഏകദേശം 60 സെന്റോളം സ്ഥലമാണ് ഈ മുനിസിപ്പാലിറ്റിക്ക് രജിസ്റ്റർ ചെയ്തു തന്നത്. മറ്റൊരു 30 കൊല്ലം പഠിച്ചല്ലോ, 1/2 സെന്റ് കൊടുത്തോ? 60 സെന്റ് സ്ഥലം മുക്കട്ട അഷറഫ് ഇരിക്കണം. അഷറഫ് 3 സെന്റ് 5 സെന്റ് 3 സെന്റ് 3 സെന്റ് സ്ഥലം. ഏകദേശം സെന്റിന് മുക്കട്ടിയിൽ എത്ര വരും? അവിടെ അങ്കണവാടി ഇല്ല എന്ന് ഞങ്ങൾ അഭ്യർത്ഥന മാനിച്ച് എൻ്റെ അമ്മാവൻ്റെ മകൻ 3 സെന്റ് സ്ഥലം നമുക്ക് തന്നെ. എത്ര ലക്ഷം റുപ്യ? ഇപ്പോൾ അവിടെ അങ്കണവാടി കയറ്റിപിടിക്കുക. റെനിൻ്റെ വാർഡിൽ 5 സെന്റ്. റെനി പോയോ? റെനിൻ്റെ വാർഡിൽ 5 സെന്റ്. എത്ര ലക്ഷം പേര് മേലെ, സ്കൂളിൻ്റെ മേലെ കുറച്ച് സ്ഥലം കിട്ടാൻ? അച്ചായൻ്റെ വാർഡിൽ 8 സെന്റ്. ഇൻ്റെ വാർഡിൽ 5 സെന്റ്. പയ്യമ്പള്ളിയിൽ 10 സെന്റ്. ഇതൊക്കെ ആളുകൾ മുനിസിപ്പാലിറ്റിക്ക് രജിസ്റ്റർ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ ഇടതുപക്ഷ സർക്കാരിനുള്ള, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നമുക്കൊരു ഇഞ്ച് സ്ഥലം തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഭരണത്തിനോടുള്ള വിശ്വാസമായി ഞങ്ങൾ കാണുന്നു. ഈ നാട്ടുകാരോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്, ഈ നാടിനോടൊരു കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് 4 ദിവസം ജാഥ നടത്തിയത്, ഓരോ വാർഡിലും പോയി പ്രസംഗിച്ചത്. 500 ലൈഫ് ഭവന പദ്ധതികൾ വീട് കൊടുത്തു. 30 കൊല്ലമായിട്ട് എത്ര കൊടുത്തു? ഒരു പറയട്ടെ, മൈക്കും സ്റ്റേജൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഒന്ന് പറയട്ടെ. ഒരു 497 ഭവനങ്ങൾ. നിസ്സാര കാര്യം. ഒരു കൂര എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ആഗ്രഹമാണ്. ആഗ്രഹം മാത്രമല്ല, അത് സഫലീകരിക്കാൻ വേണ്ടി എല്ലാം ത്യജിക്കുന്ന നാട്ടുകാർ. 497 വീട് സാധുക്കൾ കൊടുക്കാൻ പറ്റിയ നമുക്ക് നിസ്സാര കാര്യമാണ്. കിഡ്നി രോഗികൾക്ക്, ഏതെങ്കിലും മുനിസിപ്പാലിറ്റി കിഡ്നി രോഗികൾക്ക്, ഡയാലിസിസ് ചെയ്യുന്നവർ ഒരു വീട്ടിലൊരാളുണ്ടെങ്കിൽ ഏതിടത്തൊക്കെതായിട്ടും കാര്യമില്ല, ആഴ്ചയിൽ 2-3 ദിവസം കിഡ്നി രോഗികൾ ഡയാലിസിസ് ചെയ്തിട്ട് കഴിഞ്ഞാണ്ടല്ലോ വീട് കുട്ടിച്ചോറാവും. ഈ മുനിസിപ്പാലിറ്റി 4000 രൂപയാണ് കൊടുക്കുന്നത്. 4000 രൂപ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക്. ക്യാൻസർ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഏക മുനിസിപ്പാലിറ്റി നിലമ്പൂർ മുനിസിപ്പാലിറ്റി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നത് ഈ നാട്ടുകാരുടെ പിന്തുണയാണ്, അല്ലാതെ വേറൊരു കാര്യമല്ല. ഈ തീരുമാനമൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാ അറിയുന്നത്? ഇത്തരത്തിലുള്ള ഒരു ഭരണസമിതി വീണ്ടും നിങ്ങൾ അധികാരത്തിൽ എത്തിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക മാത്രമല്ല, ഈ നിലമ്പൂരിനത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. 5 കോടി രൂപ, 50 ലക്ഷം രൂപ മുതുകാട്, ഞാൻ നേരത്തെ പറഞ്ഞ ഭിന്നശേഷിക്കാരായ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഗവൺമെന്റിൽ നമ്മളെ ബഹുമാനപ്പെട്ട MLA
50 ലക്ഷം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിലവിടെ നമുക്കൊരു ബിൽഡിംഗ് പണിയാണ്. അതെന്തിനാ നോക്കി പറയാൻ കഴിയും? ഈ നാടിന് ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് വാക്കാണോ നിങ്ങൾക്ക് നൽകിയത് അത് പൂർണ്ണമായിട്ടും നിങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് അടുത്ത വരുന്ന ഡിസംബർ മാസത്തെ തെരഞ്ഞെടുപ്പിലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി വോട്ട് ചോദിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 14,000 ചില്ലാനം വീടുകളിൽ അപേക്ഷിച്ച വീടുകളിൽ ആർക്കെങ്കിലും വ്യക്തിഗത ആനുകൂല്യം കിട്ടാത്ത ഒരു വീട് നിങ്ങൾ കാണിച്ചാൽ ഈ നാട്ടിലെ ആൾക്കാരെ ഏതെങ്കിലും ഒരു വ്യക്തി പറയാണ് ഞാൻ അപേക്ഷിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് പോലെ കേൾക്കും ഈ ഭരണസമിതി. 14,000 ചില്ലാനം വീടുകളിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ എന്തെങ്കിലും ഒരു സഹായ ഹസ്തം എത്താത്ത ഒരു വീടും ഉണ്ടാവില്ല അപേക്ഷിച്ചവർക്ക്. പിണറായി സർക്കാരിന്റെ സഹായം, ഈ മുനിസിപ്പാലിറ്റിയുടെ സഹായം, ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ 5 വർഷവും ഈ ജനത്തിന് മുമ്പ്, ഈ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങളൊരു തുറന്ന പുസ്തകമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലൊക്കെ വന്ന് നിങ്ങളെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ വികസനങ്ങളൊക്കെ തന്നെ നേരിട്ട് ചൂണ്ടിക്കാണിച്ചു തരുന്നതാണ്, നേരിട്ട് ബോധ്യപ്പെടുന്നതാണ്. ഈ പാവങ്ങളായ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ജില്ലാ ആശുപത്രിയിൽ പോയി നോക്കിയാൽ അറിയാം, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ശീതീകരിച്ച 2 വാർഡുകൾ. കണ്ടിരിക്കുമല്ലോ നിങ്ങൾ, അതും എഴുതി വെച്ച നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനത്തെ 2 വാർഡ് നിങ്ങളൊരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് നോക്കി ഉണ്ടാകൂല. അത്രയും സൗകര്യത്തിലാണ് ഞങ്ങളത് കയറ്റിയിട്ടുള്ളത്. എന്താ പേരെ കൊണ്ട് കൈയായിരുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പാലോളിയും ഈ ആര്യാടൻ ചൗക്കത്തും മാട്ടുമ്മൽ സലീമിനെയും ഈ ഭരണസമിതിയെയും അളക്കാനായിട്ടില്ല. അത് നിങ്ങളൊക്കെ വളരുമ്പോൾ അന്ന് ഞങ്ങൾ പറയും, അത് നിങ്ങളുടെ സ്വഭാവം. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങളാ ഉണ്ടായിസൊക്കെ ഉണ്ടല്ലോ, ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഭാവമെങ്കിൽ അതൊന്നും ഇനി ഈ നിലമ്പൂരിൽ നടക്കില്ല എന്ന് മനസ്സിലാക്കുക. ഒരു കാലത്ത് നിങ്ങളൊക്കെ പല കുറേ ഉണ്ടായിസം നടത്തിയിട്ടുണ്ട്, പല പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള വല്ല പരിപാടി കൊണ്ടാണ് ഞങ്ങളെ മുമ്പിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നടക്കൂല മലയെന്ന് പറയാനുള്ളൂ കേട്ടോ. ആ മുനിസിപ്പാലിറ്റിക്ക് ആ നാടകം കൊണ്ട് നടക്കണ്ട. ഞങ്ങളോട് നേരിട്ട് പറയാൻ കഴിയാത്തത്, ഞങ്ങളില്ലാത്ത നേരത്ത് സെക്രട്ടറിൻ്റെ അടുത്ത് പോയി, സെക്രട്ടറി അല്ലത് ഇത് ഞങ്ങളെ ഭരിക്കണേ. നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് ഒരു ബസ് സ്റ്റാൻഡ് ഉള്ളൂ, അത് നിലമ്പൂരാണ്. അത് വാളപ്രായമാക്കിയും ആയിഷായ്മാക്കിയൊക്കെ ഉണ്ടാക്കിയ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ചന്തക്കുന്നില്ല. എന്താ ചന്തക്കുന്നും എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇവർക്ക് എന്താ ഒരു ക്രിമികടി? അത് വേറെ സ്വഭാവമാണ്. അത് നടക്കുമെന്ന് കരുതണ്ട. അത് നടന്നിരുന്നൊരു കാലം ഉണ്ടായിട്ട് സംശയമൊന്നുമില്ല. ആ കാലൊക്കെ മക്കളെ കഴിഞ്ഞു പോയി എന്നാണ് കരുതിയാൽ മതി കേട്ടോ. അജാതി കച്ചറി കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. നമ്മളെല്ലാത്തിനും റെഡി ആയിട്ട് തന്നെയാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് തീർച്ചയായും, നമ്മുടെ ബസ് സ്റ്റാൻഡ് നമുക്കൊരു 5 മാസത്തിനുള്ളിൽ നമുക്ക് തുടങ്ങാനും പൂർത്തീകരിക്കാനും നമ്മുടെ ആദ്യത്തെ 5 കോടി രൂപയുടെ ഫസ്റ്റ് ഫേസ് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ ബഷീർ പറഞ്ഞല്ലോ, ഒരിപ്പോൾ അവിടെ സമരം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാര്യത്തിലും ഒരു ഇഞ്ച് പിന്നോട്ട് ഞങ്ങൾ പോലെ ഒരു സംശയം വേണ്ട. ഈ ജനങ്ങളുടെ പിന്തുണ, ഈ ജനങ്ങളുടെ സഹായം, ഈ ജനങ്ങളുടെ ആത്മാർത്ഥമായ ഞങ്ങൾക്ക് ഈ തന്ന സഹായവും കരുണയും അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ധാരാളം സമയങ്ങളിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഒരു സംശയമില്ല. ആ സഹായം ഇനിയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ നല്ലവരായ നാട്ടുകാരോട്. ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പല വ്യത്യാസങ്ങളും ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ വികസന കാര്യങ്ങളിൽ ഈ നാടിൻ്റെ ഒരു കാര്യമാണ്, എങ്ങനെങ്കിലും നടന്നോട്ടെ എന്നല്ല നമ്മൾ കരുതുക. എങ്ങനെയും നടന്നു കിട്ടിയ അൽഹംദുലില്ലാ, നടക്കട്ടെ പടച്ചോനെ ദൈവമേ, അതല്ലേ നമ്മൾ കരുതുക. അതിൽ കോലിട്ട് കണ്ട് അപ്പോൾ അവിടെ ഭിന്നശേഷിക്കാർ പരിപാടി നടത്തുമ്പോൾ ഇവിടെ പത്രസമ്മേളനം നടത്താൻ നേരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഞങ്ങളെ സഹായിച്ച ഈ നാട്ടുകാരോടുള്ള, ഈ നാടിനോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേണ്ടി നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പരിഹരിച്ചുകൊണ്ട്, തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്വമാണ് നാളിതുവരെ നിർവഹിക്കപ്പെട്ടുള്ളത്. തീർച്ചയായും ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് നമ്മൾ. ഇത്തരം കാര്യങ്ങളെല്ലാം
ജനങ്ങളുടെ ചർച്ചയിലും ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ മത്സരങ്ങളും ഇന്നലെ ഫുട്ബോളോടുകൂടി സമാപിച്ചപ്പോൾ വളരെ ഗംഭീരമായ ഈ വർഷത്തെ കേരളോത്സവത്തിലെ സമ്മാനദാന ചടങ്ങാണ് ഇവിടെ മുഴുവൻ അംഗങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ക്രിക്കറ്റ് ടൂർണമെന്റിലെ ആവേശകരമായ വിന്നേഴ്സ് പ്രൈസ് ട്രോഫി നേടിയിരിക്കുന്നു VFC വീട്ടിച്ചാൽ. ക്ലബിന്റെ എല്ലാ കളിക്കാരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. സോറി കക്കാടം റഹീം അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി വളരെ ആവേശകരമായ ക്രിക്കറ്റിലെ റണ്ണേഴ്സ് കപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നു ചെസ് ക്ലബ് ചന്തക്കുന്ന്. ചെസ് ക്ലബ് നല്ലൊരു കൈയടി കൊടുക്കാം. ചെസ് ക്ലബിന് വേണ്ടി വളരെ ആവേശകരമായ വടംവലി മത്സരം. ഇന്നലെ നടന്ന വടംവലി മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു VFC വീട്ടിച്ചാലിന്റെ മുഴുവൻ കളിക്കാരെയും ബിന്ദു സമ്മാനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. VFC വീട്ടിച്ചാൽ വടംവലിയിൽ 2ാം സ്ഥാനം. ആവേശകരമായ വടംവലിയിൽ പിന്നോട്ട് വലിച്ചുകൊണ്ട് ജേതാക്കളെ തീരുമാനിക്കുന്ന വടംവലിയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ചെസ് ക്ലബ് ചന്തക്കുന്ന്. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി കൗൺസിലർ അഷ്റഫാഖാനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരനായ അഷ്റഫാഖയാണ് സമ്മാനം കൊടുക്കുന്നത്. വടംവലിയിൽ 1ാം സ്ഥാനം ചെസ് ക്ലബ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി വെച്ച് നടന്ന ചെസ് ക്ലബിലെ വളരെ ആവേശകരമായ ബുദ്ധിയുള്ളവരുടെ കളി. ആരാണ് നിലമ്പൂരിലെ രാജാവ്? ചെസ് ക്ലബിലെ 2ാം സ്ഥാനം ജയപ്രവീൺ ഫ്രം ചെസ് രവീന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ ആവേശകരമായ രവിയേട്ടൻ, നമ്മുടെ പ്രിയങ്കരനായ രവിയേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചെസ് ക്ലബിലെ 2ാം സ്ഥാനം ജയപ്രവീൺ, നമ്മുടെ സ്വന്തം രാജൻ. വളരെ ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റ് വളരെ നല്ല രീതിയിൽ തന്നെ തീർക്കാൻ പറ്റിയെന്ന സന്തോഷത്തിൽ വളരെ ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റിലെ സമ്മാനദാനമായ നിലമ്പൂർ കേരളോത്സവം ഫുട്ബോൾ ടൂർണമെന്റിലെ ഫ്ലൈയിങ് സ്റ്റാർ രാമൻകുത്തിന്റെ പ്രിയങ്കരി ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ ആവേശകരമായ നല്ലൊരു കയ്യടി പോരാ, വളരെ നല്ലൊരു കയ്യടി കൊടുക്കണം. വളരെ ആവേശകരമായ നിലമ്പൂർ മുനിസിപ്പാലിറ്റി 2K25 ഫുട്ബോൾ ടൂർണമെന്റിലെ മികച്ച താരം വളർന്നു വരുന്ന നമ്മുടെ പ്രിയ സുഹൃത്തും നിലമ്പൂരിന്റെ കണ്ണിലും സമ്മാനം കൊടുക്കുന്നതിന് നമ്മുടെ സ്വപ്ന ചേച്ചിയെ ക്ഷണിച്ചു. കൗൺസിലർ സ്വപ്ന ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ അഷ്റഫ് വളർന്നു വരുന്ന ഒരു താരമാണ്. നല്ലൊരു കൈയടി കൊടുക്കാം അഷ്റഫിന് വേണ്ടി. ഇനിയും ഒരുപാട് ഉയരങ്ങൾ താണ്ടട്ടെ അഷ്റഫ് എന്ന് ആശംസിച്ചുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി 2K25 ഫുട്ബോൾ ടൂർണമെന്റിലെ റണ്ണേഴ്സ് കപ്പ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഫുട്ബോൾ ടൂർണമെന്റിലെ റണ്ണേഴ്സ് അപ്പ് ഫ്ലൈയിങ് സ്റ്റാർ രാമൻകുത്ത് കൊടുക്കണം. നമ്മുടെ ചന്തക്കുന്നിന്റെ ആളുകൾ നല്ലൊരു കൈയടി കൊടുക്കണം. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണം. സമ്മാനായ സല്ല ചേച്ചിയെയും ബഷീറാക്കാനെയും ഫ്ലൈയിങ് സ്റ്റാർ രാമൻകുത്തിന്റെ മെഡൽ റെഡി. ആ മെഡൽ കൂടെ കൊടുക്കണം. മെഡൽ വളരെ ആവേശകരമായ ഫുട്ബോൾ ടൂർണമെന്റിലെ റണ്ണേഴ്സ് അപ്പ് ഫ്ലൈയിങ് സ്റ്റാർ രാമൻകുത്ത് തെല്ലും വിട്ടുകൊടുക്കാതെ പോരാടി 2ാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഫ്ലൈയിങ് സ്റ്റാർ രാമൻകുത്ത്. നിലമ്പൂരിന്റെ തങ്കലിപി കളികൾ 2020 തെല്ലും വിട്ടുകൊടുക്കാതെ അവസാന നിമിഷം വരെ പോരാടി. ഇത് ഞങ്ങൾക്കുള്ളതാണ്, ഇത് മറ്റാർക്കും ഞങ്ങൾ എല്ലാ പ്ലേയേഴ്സിനെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. ആവേശകരമായ മുനിസിപ്പാലിറ്റി 2K25 ഫുട്ബോൾ ടൂർണമെന്റിലെ ചാമ്പ്യന്മാർ ഓൾ ഗാങ്സ് ചന്തക്കുന്ന്. വളരെ നല്ലൊരു കൈയടി കൊടുക്കണം. നല്ലൊരു കൈയടി. വളരെ ഗംഭീരമായി നമ്മുടെ ഫുട്ബോൾ ടൂർണമെന്റും കേരളോത്സവം അവസാനിച്ചിരിക്കുകയാണ്. ഈ ടൂർണമെന്റിലെ നിലമ്പൂർ കേരളോത്സവം 2K25
ഇത്ര ഭംഗിയാക്കി നടത്താൻ ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്. കൂടെ നിന്നും മറ്റു വഴികളിലൂടെ ഞങ്ങളെ സഹായിച്ച ഒരുപാട് ആളുകൾ. എങ്കിലും ഞങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റിയ 4 പേരുണ്ട്. ഈ കേരളോത്സവം 2K25 കോർഡിനേറ്റർമാരായ 4 പേർ. ചന്തക്കുന്നിന്റെ സ്വന്തം അർഷാദ് കേപ്പിക്കുള്ള ഉപഹാരം കൊടുക്കുന്നതിന് വേണ്ടി ബിന്ദു ചേച്ചിയെ ക്ഷണിച്ചു കൊള്ളുകയാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ. നല്ലൊരു കയ്യടി കൊടുക്കാം. രാവും പകലും കഷ്ടപ്പെട്ട് വെയിലും മഴയെയും വകവെക്കാതെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി പൊരുതി കേരളോത്സവം ഇത്ര ഭംഗിയാക്കിയ അർഷാദ് KP ജിതിൻ സാർ, നമ്മുടെ NSSലെ കായിക അധ്യാപകനായ ജിതിൻ സാർ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി കക്കാടനെയും അവരെ ക്ഷണിച്ചു കൊള്ളുകയാണ്. നമ്മുടെ ജിതിൻ സാർ എല്ലാ നിലമ്പൂരിലെ എല്ലാ സ്പോർട്സ് മത്സരങ്ങളിലെയും മുന്നോട്ട് നയിക്കുന്ന ജിതിൻ സാർ. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ജോസേട്ടൻ എന്ന് വിളിക്കുന്ന ജോസാർ, രാവും പകലും ഞങ്ങളെ കൂടെ നിന്ന് എല്ലാ പ്രോത്സാഹനവും ചെയ്ത ജോസാറിന്റെ സമ്മാനം നമ്മുടെ KP ഏറ്റുവാങ്ങുകയാണ്. അതുപോലെ ഇനിയൊരു സമ്മാനം അത് എനിക്ക് തന്നെയാണ്. ഞാനാണ് 4ാമത്തെ കോർഡിനേറ്റർ. ഞാൻ എന്നെ തന്നെ ക്ഷണിച്ചു കൊള്ളുകയാണ്. ചെല്ലും പറഞ്ഞാലും ഇത് ഞങ്ങൾക്കുള്ളതാണ്. നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും ഇത് ഞങ്ങൾ മറ്റാർക്കും വിട്ടു നൽകില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒരേ ഒരു നാമം ചെസ് ക്ലബ് ചന്തക്കുന്നിലെ എല്ലാ കളിക്കാരെയും മാനേജ്മെന്റിനെയും സമ്മാനം സ്വീകരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ മാട്ടുമ്മൽ സലീം അവരുടെയും റെനി കുപ്പായം, ബഷീർ, കക്കാടൻ റഹീം, മുജീബ് കക്ക, കുട്ടിമാൻ എല്ലാവരെയും പേരറിയാത്ത എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുന്നു ചെസ് ക്ലബ് ചന്തക്കുന്ന്. Thank you and